നാഷണൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് സുൽത്താൻ ബത്തേരി. 1977 സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലം രൂപീകൃതമായതു മുതൽ 2 പ്രാവശ്യം മാത്രമാണ് CPM മണ്ഡലം പിടിച്ചെടുത്തത്. അത് മാറ്റി നിർത്തിയാൽ കോൺഗ്രസോ അവരുടെ സഖ്യകക്ഷികളോ അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇവിടെ വിജയിച്ചിട്ടില്ല. സുൽത്താൻ ബത്തേരി, അമ്പലവയൽ, നെന്മേനി, നൂൽപ്പുഴ, ചീരാൽ, പൂതാടി, മീനങ്ങാടി, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, സീതമൗണ്ട്, കിടങ്ങനാട് തുടങ്ങിയ പഞ്ചായത്തുകൾ അടങ്ങിയതാണ് സുൽത്താൻ ബത്തേരി നിയമസഭാ മണ്ഡലം. പണിയ, കാട്ടുനായിക, കുറുമ, അടിയ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പട്ടികവർഗക്കാർ മണ്ഡലത്തിലെ വലിയൊരു വിഭാഗമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണനാണ് ബത്തേരിയിൽ വിജയിച്ചത്. 81,077 വോട്ടുകളായിരുന്നു അന്ന് ലഭിച്ചത്. തൊട്ടു പിന്നാലെ LDF സ്ഥാനാർത്ഥി MS വിശ്വനാഥും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 ടേമുകളിലായി IC ബാലകൃഷ്ണൻ തന്നെയാണ് മണ്ഡലത്തിൽ വിജയിച്ചു വരുന്നത്. ഇത്തവണയും IC ബാലകൃഷ്ണൻ തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. കവിത AS ആണ് BJP സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിനു വേണ്ടി രംഗത്തിറങ്ങുന്നത് 2ാം തവണയും MS വിശ്വനാഥൻ തന്നെയാണ്. കൃഷിയെയും കുടിവെള്ള ലഭ്യതയും ബാധിക്കുന്ന കാലാവസ്ഥ വ്യതിയാനം, ആന, കടുവ എന്നിവയുമായി ബന്ധപ്പെട്ട മനുഷ്യ വന്യജീവി സംഘർഷം, വന്യജീവി ഇടനാഴികൾ നശിപ്പിക്കുന്നത്, കുരുമുളക്, ഇഞ്ചി, കർഷകരുടെ പ്രതിസന്ധികൾ, ആദിവാസി ഭൂമി നഷ്ടപ്പെടുന്നതും, വനാവകാശങ്ങളിലെ കാലതാമസവും, അതിർത്തി റോഡുകളിലെ സുരക്ഷയും, വന്യജീവികളുടെ മരണവും, നിയന്ത്രണമില്ലാത്ത ടൂറിസം പരിസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം തുടങ്ങിയവയാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. കൃഷിയും കാടും വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള അതിജീവനത്തിന്റെ പോരാട്ടം നടക്കുന്ന ഭൂമിയാണ് സുൽത്താൻ ബത്തേരി. വയനാട് ഉരുൾപൊട്ടലിൽ വീട് വെച്ചു നൽകാമെന്നുള്ള വാഗ്ദാനവും ഇപ്രാവശ്യം മണ്ഡലത്തിൽ ചർച്ചയാകാൻ സാധ്യതകൾ ഏറെയാണ്. UDFന്റെ കോട്ടയാണ് സുൽത്താൻ ബത്തേരിയെങ്കിലും CPM 2 പ്രാവശ്യം അട്ടിമറി വിജയം നേടിയ ചരിത്രമുണ്ട് ഇവിടെ. 4ാം തവണയാണ് IC ബാലകൃഷ്ണൻ അംഗത്തിനായി കളത്തിലിറങ്ങുന്നത്. എതിരാളി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച MS വിശ്വനാഥൻ തന്നെ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിത്രമല്ല ഇത്തവണത്തേത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. കാരണം IC ബാലകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയിരുന്നു. IC ബാലകൃഷ്ണൻ ക്രിമിനൽ മനസ്സുള്ള ആളാണെന്നും പ്രിയങ്ക ഗാന്ധി നൽകി ഉറപ്പ് പാലിച്ചില്ല എന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 1.5 കോടി ഇനിയും നൽകാനുണ്ടെന്നുമാണ് ഒരു വിഭാഗം നേതാക്കന്മാർ ആരോപിക്കുന്നത്. വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ IC ബാലകൃഷ്ണൻ MLAക്കെതിരെ കേസെടുത്തിരുന്നു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസെടുത്തത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നും നിയമനത്തിനായി കോഴ വാങ്ങിയതിലാണ് അന്വേഷണം നടത്തിയത്. ബത്തേരി അർബൻ ബാങ്കിൽ നിയമനത്തിനായി IC ബാലകൃഷ്ണൻ ശുപാർശ നൽകിയതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. IC ബാലകൃഷ്ണൻ ബാങ്കിലെ നിയമനത്തിന്റെ അധികാരം ദുരുപയോഗം ചെയ്തുവെന്നും NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ IC ബാലകൃഷ്ണൻ MLA ബത്തേരിയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പരാമർശവുമായി ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. മകൻ വിജേഷും മരുമകൾ പത്മജയും സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധി അന്ന് നൽകിയ വാക്കിന് ഇത്രയും വിലയാണോ ഉണ്ടായിരുന്നതെന്ന ചോദ്യത്തോടു കൂടിയാണ് കുറിപ്പ് തുടങ്ങുന്നത്. പ്രിയങ്ക ഗാന്ധി വീട്ടിലെത്തി സന്ദർശിച്ചപ്പോൾ നീതി ഉറപ്പാക്കുമെന്നും NM വിജയന്റെയും മകന്റെയും മരണത്തിന് കാരണക്കാരായവരെ മാറ്റി നിർത്തുമെന്നും വാക്കു നൽകിയിരുന്നു. മരണത്തിന് കാരണക്കാരനായി പോലീസ് കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട IC ബാലകൃഷ്ണനെ വീണ്ടും സ്ഥാനാർത്ഥിയായി വാഴിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ തകരുന്നത് തങ്ങളുടെ അവസാന പ്രതീക്ഷയാണെന്നും കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്ത് പറഞ്ഞിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നും ഈ നീക്കം മാപ്പില്ലാത്ത ചതിയാണെന്നും പറയുന്ന കുറിപ്പ് കൊലപാതകികളെക്കാൾ ക്രൂരമാണ് ചതിക്കുന്നവർ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ IC ബാലകൃഷ്ണനെ എങ്ങനെയൊക്കെ ബാധിച്ചെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം. ജനങ്ങൾ IC ബാലകൃഷ്ണനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം.